ഹായ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജോയ്സി. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേർക്കും വലിയവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി പലഹാരമാണ് നമ്മുടെ കിണ്ണത്തപ്പം. അപ്പോൾ എങ്ങനെയാണ് വളരെ സിമ്പിളായിട്ട് നമുക്ക് കിണ്ണത്തപ്പം ഉണ്ടാക്കുന്നതെന്ന് കണ്ടാലോ? അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു കിണ്ണത്തപ്പമാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിത് നല്ല കട്ടിയായിട്ട് ഈ ഒരു ഗ്ലാസ്സിന് ഞാൻ ഒരു ഗ്ലാസ് തേങ്ങാപ്പാൽ, നല്ല കട്ടിക്കുള്ള തേങ്ങാപ്പാൽ ഞാൻ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തർ അവനവൻ്റെ അളവിന് ആവശ്യത്തിന് എത്ര എണ്ണം ഉണ്ടാക്കണമെന്നനുസരിച്ച് ഞാനിപ്പോൾ ഇത് ഒരെണ്ണത്തിനുള്ള അളവാണ് എടുക്കുന്നത്. ഇത് ഞാൻ ഇതിനകത്ത് ഒരു മുറി തേങ്ങ നല്ലപോലെ പിഴിഞ്ഞ് ഞാൻ നന്നായിട്ട് അരച്ച് പിഴിഞ്ഞെടുത്തേക്കുന്ന പാലാണ്. ഇത് തേങ്ങാപ്പാൽ, നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ. അത് നമുക്ക് ആദ്യം മിക്സിയുടെ ജാറിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലായിരിക്കണേ. ഇനി നമുക്കതിനകത്തേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന അരിപ്പൊടി, നമ്മൾ അരി അരച്ചൊന്നുമല്ല ഉണ്ടാക്കുന്നത്, അരിപ്പൊടി എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ നമ്മുടെ ഇടിയപ്പത്തിനും അപ്പത്തിനും ഒക്കെ മേടിക്കുന്ന വറുത്ത പൊടി ഒരു 3 സ്പൂണ് ഞാൻ അരിപ്പൊടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തു. നമ്മുടെ തേങ്ങാപ്പാലിനകത്തേക്ക് ഒരു 3 സ്പൂണ് അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്, അത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഇതിനകത്തേക്ക് 1 പിഞ്ച് ഉപ്പാണ്. നമ്മൾ അരിയൊക്കെ അരച്ചുണ്ടാക്കുവാണെങ്കിൽ നമ്മളതനുസരിച്ച് വേണം ഇടാനായിട്ട്. ഇനി ഇതിനകത്തേക്ക് 1 പിഞ്ച് ഉപ്പിട്ട് കൊടുത്തു. ഇനി ഇതിനകത്തേക്ക് ഇച്ചിരി ഏലക്കാപ്പൊടി, ഏലക്ക മാത്രം പൊടിച്ചതാണ്, ഒരു 1/4 സ്പൂൺ ഏലക്കാപ്പൊടി ഇട്ട് കൊടുത്തു. ഇനി ഇതിനകത്തേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള മധുരം, നമുക്ക് എന്തേരം ഈ കിണ്ണത്തപ്പത്തിന് മധുരം വേണമെങ്കിൽ അതനുസരിച്ച്, നമ്മൾ മധുരം കുറവാണെങ്കിൽ അതനുസരിച്ച് മതി. ഞാനിപ്പോൾ ഒരു 4 സ്പൂണ് ഇട്ട് കൊടുക്കുവാണേ. 4 സ്പൂൺ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഈ ചായക്കൊക്കെ പഞ്ചസാര ഇടാൻ എടുക്കുന്ന ഈ ഒരു സ്പൂണിൻ്റെ അളവിനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട്, ഈ മിക്സിയുടെ ഇതിപ്പോൾ ഇങ്ങനെ അടിച്ചെടുക്കണമെന്നില്ല, നല്ലപോലെ ഇത് നമുക്കൊരു ബൗളിനകത്തിട്ട് മിക്സ് ചെയ്തെടുത്താലും മതി. ഇപ്പം ഇച്ചിരി ഒരു നല്ല എല്ലായിടത്തും കട്ടയൊന്നും കുത്താതെ കിട്ടണമെങ്കിൽ നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇനി ഞാനൊന്ന് ഒരു കറക്കി എടുത്തുകൊണ്ടിരാവേ. ഇങ്ങനെ നമ്മൾ നമ്മുടെ കിണ്ണത്തപ്പത്തിനുള്ള മാവ് നന്നായിട്ട് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. അതിനകത്ത് ചെറിയ തരികൾ വരുന്ന നമ്മുടെ ഏലക്കാടെ ചെറിയ കുരുവാണ്. നല്ലപോലെ പൊടിഞ്ഞ പൊടിയെല്ലാം ചെറുതായിട്ട് ചതച്ച് ഞാൻ അതിനകത്ത് ചേർത്തത് കൊണ്ടാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ ഇത് ഇനി നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനി നമുക്ക് ഒരിച്ചിരി ജീരകം, നമ്മുടെ കുഞ്ഞു ജീരകം ഇല്ല, നല്ല ജീരകം, സാദാ ജീരകം ഇതുണ്ടോ, ഇച്ചിരി സാദാ ജീരകം നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത്, അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ അറിയാം അതിനകത്ത് ആവശ്യത്തിനുള്ള ഉപ്പും മധുരവും എല്ലാം ഉണ്ട്. ഇതുണ്ടോ, പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇനി 4 മണി കാപ്പി ആയിട്ടോ, അതുപോലെ ഇനിയിപ്പോൾ രാവിലത്തെ കാപ്പി ആയിട്ടോ ഒക്കെ, ഇതിനിപ്പോൾ മധുരം ഇടാതെ വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയിട്ട് വേണം കറി കൂട്ടി കഴിക്കാനായിട്ട് വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം. ഇത് ഈ ഒരു പാകത്തിന് വേണം ഇതിൻ്റെ മാവ് നിൽക്കാനായിട്ട്. ഇതുണ്ടോ, അപ്പോൾ നമ്മളിതിനകത്ത് മധുരം എല്ലാം കറക്റ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്കൊന്ന് ഒഴിക്കാവേ. നമ്മുടെ കിണ്ണത്തപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പാത്രത്തിനകത്ത് ഇച്ചിരി നെയ്യൊക്കെ തൂത്ത്, നെയ്യ് വേണമെന്നൊന്നുമില്ല, ഇച്ചിരി എന്തെങ്കിലും ഓയിൽ, നമ്മുടെ സൺഫ്ലവർ ഓയിലോ, പിന്നെ സൺഫ്ലവർ ഓയിൽ ഇല്ലെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണ എന്താണെങ്കിലും നമുക്ക് തൂക്കാം. ഞാനൊരു ശകലം നെയ്യൊക്കെ തൂത്ത് നമ്മുടെ പാത്രത്തിനകത്തൊന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഈ ബാറ്റർ നമുക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. നമുക്കൊരു 10 മിനിറ്റ് നമുക്കൊന്ന് സ്റ്റീം ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ കിണ്ണത്തപ്പം അടിപൊളിയാവും. അപ്പോൾ നമുക്ക് ഇതൊന്ന് അടുപ്പിലേക്ക് വെച്ച് നമുക്കൊന്ന് സ്റ്റീം ചെയ്തെടുക്കാവേ. അപ്പോൾ ഇതേ അങ്ങനെ നമ്മുടെ ഒരു 7 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല അടിപൊളി കിണ്ണത്തപ്പം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ തണുക്കട്ടെ. ഇതുണ്ടോ, ഇങ്ങനെ തൊട്ട് കഴിയുമ്പോൾ ഇതുണ്ടോ, നമുക്ക് തണുത്ത് കഴിയുമ്പോൾ ഒന്ന് മുറിച്ചെടുക്കാവേ. അപ്പോൾ ഇതെങ്ങനെ നമ്മുടെ കിണ്ണത്തപ്പം ഒന്ന് മുറിച്ച് നമുക്ക് പിള്ളേർക്ക് കൊടുത്തിട്ട് ചോദിക്കാം എങ്ങനെയുണ്ട്, അടിപൊളിയാണോ എന്ന്. അപ്പം പിള്ളേർ ഇഷ്ടപ്പെട്ട പലഹാരമാണ്. അപ്പോൾ പിള്ളേർ പറയുമല്ലോ എങ്ങനെയുണ്ട്, സൂപ്പറാണോ എന്ന്. പിള്ളേർ മനസ്സിൽ കള്ളവില്ലെന്നല്ലേ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ല. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ, താങ്ക് യു. എങ്ങനെയുണ്ട്? അടിപൊളിയാണോ? മധുരമൊക്കെ ഉണ്ട് കറക്റ്റ്? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടോ?